ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് യൂട്യൂബ് ഒരു ക്രിയേറ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒറിജിനൽ ക്രിയേഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ലാതെ നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ എല്ലാം ആശ്രയിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എങ്കിൽ ഇതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇത് വളരെ കറക്റ്റായി വ്യക്തമാകുന്നതായിരിക്കണം. അതായത് നല്ല രീതിയിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചാനലുകൾക്ക് അവർക്ക് അവരുടെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ചാനലെല്ലാം മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നും നല്ല വരുമാനം എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ട്രോൾ ചാനലിലെല്ലാം നിങ്ങൾ കാണാം, അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ചാനലിന് മോണിറ്റൈസേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വ്യക്തമാകുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയി വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക. അതായത് ഒന്നിൽ കൂടുതൽ ഒരേ വീഡിയോസ് എല്ലാം ഇടുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയി നമ്മൾ വീഡിയോസ് എല്ലാം ഇടുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇനി നമ്മുടെ വ്യൂവേഴ്സിന് അവർക്ക് നമ്മുടെ വീഡിയോസിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങളെല്ലാം കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇതിൽ നിന്നും എന്തെങ്കിലും എന്റർടൈൻമെന്റ്, അതുമല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും എഡ്യൂക്കേഷൻ, ഇങ്ങനെ അവർക്ക് യൂസ്ഫുൾ ആയ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുക. അല്ലാതെ ഒരു ഇൻഫർമേഷനും ഇല്ലാതെ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ വീഡിയോക്കോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനോ ഗുണം ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെല്ലാമാണ്. നമുക്കറിയാം ഒരുപാട് പോളിസീസ് എല്ലാം യൂട്യൂബിൽ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇപ്പോൾ അടുത്ത് ഒരുപാട് ചാനലുകൾക്ക് ഇത്തരത്തിൽ ഈ പ്രശ്നമെല്ലാം വരുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്കും അതുപോലെ വയസ്സായ ആളുകൾക്കെല്ലാം തന്നെ ഒരുപോലെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റ് എല്ലാം നിങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത് എല്ലാ വ്യൂവേഴ്സിനും, അതായത് ഏജ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂസ് അതുപോലെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഇപ്പോൾ പലരും ഇതുപോലെ ഏജ് റെസ്ട്രിക്ഷൻ പ്രശ്നങ്ങളെല്ലാം കാരണം ഇത്തരത്തിൽ കുറെ പ്രശ്നങ്ങളെല്ലാം വരാറുണ്ട്. അതായത് ചൈൽഡ് സേഫ്റ്റി പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ട് പലർക്കും ഈ ഒരു മെയിലെല്ലാം വന്ന് പല വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആകാറെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ അതുപോലെ വയസ്സായ ആളുകൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റ് എല്ലാം ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്